നാമത്തിനാണ് നന്ദിയോടുകൂടി സ്തോത്രം. പാശ്ചാത്യ നാടുകളിൽ ഗുഡ് ഫ്രൈഡേയും നമ്മുടെ ദേശത്ത് ദുഃഖവെള്ളിയാഴ്ചയും സകല ജനത്തിനും നല്ല വെള്ളിയാഴ്ചയുമായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോടുകൂടെ ഈ വിശുദ്ധ ആരാധനയിൽ കൂടുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ, നമ്മുടെ പള്ളികളിലല്ല, സാധാരണ പള്ളികളിലൊക്കെ ഈ വെള്ളിയാഴ്ച ദിവസം വെളിയിൽ രണ്ട് സൈഡിൽ പന്തലിടും. എന്നാലേ ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകുള്ളൂ. വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ വരുന്ന ദിവസം. എന്നാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഈ വെള്ളിയാഴ്ച ആളുകൾ വളരെ കുറവുള്ള ദിവസം. ചിലരൊക്കെ ഈ കുരിശുമല താഴെ വീഴാൻ പോകുന്നത് കൊണ്ട് അത് പിടിച്ചു നിർത്തുവാനായിട്ട് കുറച്ച് പേർ അവിടെ പോയിട്ടുണ്ട്. ഏതാനും ചില ആളുകൾ മറ്റ് പള്ളികളിലെ സഭകളിലെ ശുശ്രൂഷകൾക്കായി വചനം പ്രസംഗിക്കുന്നതിനും ശുശ്രൂഷ നടത്തുന്നതിനുമായിട്ട് ചിലരൊക്കെ പോയിട്ടുണ്ട്. ചിലര് നല്ല ദിവസമാണല്ലോ, അതുകൊണ്ട് വീട്ടിൽ കിടന്ന് ശാന്തമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു വീട്ടിൽ ഉറങ്ങുന്നവരും ഈ സമയത്ത് വീടുകളിലിരിക്കുന്നവരും ചില്ലറകളല്ല. എന്നാൽ ഇന്നത്തെ ഈ പരിശുദ്ധ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരീഷൻ, പ്രിയപ്പെട്ട യേശുദാസ് സ്വദേശി, പ്രിയ സിസ്റ്റേഴ്സ്, നമ്മുടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകളുമേ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള ധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹത്തെ അറിയിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ഈ കർത്താവിൻ്റെ ക്രൂശീകരണ ദിവസത്തിൽ വന്ന് ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ എല്ലാവരും വന്നു ചേർന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ആരും വരികയില്ല. അത് രാവിലെ 5 മണിക്കാണ് ഒന്ന്. ഈ പ്രാവശ്യം ഉണർത്താനുള്ള പരിപാടികളൊക്കെ ഈ ഇടവകയിലെ യൂത്ത് യൂണിയൻ അംഗങ്ങൾ ഒക്കെ ചെയ്യുന്നുവെന്ന് ഞാൻ ചെറിയ ഒരു സൂചന കേട്ടിട്ടുണ്ട്. വീടുകളിൽ വന്ന് വിളിക്കുവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങൾ ഉണരും എന്ന് ഞാൻ ചിന്തിക്കും. ക്രൂശിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാണ്. അവിടെ കിടക്കട്ടെ 15 ദിവസം. ക്രൂശി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പള്ളിയിൽ പോകണ്ട, ആരാധിക്കേണ്ട, പ്രാർത്ഥനകൾക്ക് പോകണ്ട, ഒന്നും വേണ്ട. ഈ മഹാദിവസത്തിൻ്റെ ഓർമ്മയിൽ പങ്കുചേരുന്നതിന് നിങ്ങൾക്കൊക്കെ ആരോഗ്യത്തോടെ ദൈവം നിങ്ങളെ സൂക്ഷിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു മഹാസംഭവം പലസ്തീൻ നാട്ടിൽ യെരുശലേമിന്റെ സമീപത്ത് 2 വിഭാഗത്തിലുള്ളതായ ആളുകൾ തമ്മിലുള്ളതായ സംഘടന. ഈ വിശുദ്ധനായിട്ടുള്ള കർത്താവിനെ വേണമോ അതോ തടവിലായ കലഹക്കാരനും കൊലയാളിയുമായതായിട്ടുള്ള ബറബാസിനെ വേണോ? ഈ 2 ചോദ്യമാണ് ഇന്നും ഭൂമിയിൽ ശേഷിക്കുന്നതായിട്ടുള്ള ചോദ്യം. യേശുവിനെ വേണമോ ബറബാസിനെ വേണമോ? ആളുകൾ ഒന്നടങ്കം ബറബാസിനെ വേണം എന്ന് പറഞ്ഞ് ബറബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ എങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കാം എന്ന് ആഗ്രഹിച്ച് കൂടി വന്നതായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിൽ ഒരു കുറ്റവും കാണുവാനായിട്ട് സാധ്യമല്ലാതിരുന്നതായിട്ടുള്ള സമയത്താണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത്. ദൈവമല്ലാതെ നീതിമാൻ ആരുമില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ക്രിസ്തു നീതിമാൻ, നിർദോഷം, നിഷ്കളങ്കൻ. നാം ഇന്നും കേട്ടല്ലോ, ഇന്ന് നാം വായിച്ചു. 2ാമത്തെ പാഠഭാഗമായി വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്,
വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടത്. ഇന്ന് ഈ 2025 ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ നാം ഓർക്കേണ്ട ഒരു സംഗതി, നാം രക്ഷിക്കപ്പെട്ടത്, നാം വീണ്ടെടുക്കപ്പെട്ടത്, നാം പാപത്തിൽ നിന്ന് മോചിതരാകുന്നത് വേറെ ഈ ഭൂമിയിലെ ഒന്നും കൊണ്ടല്ല. ഒരു കർമ്മം കൊണ്ടോ, ഒരു കുർബാനയിൽ സംബന്ധിക്കുന്നത് കൊണ്ടോ, സ്നാനമേൽക്കുന്നത് കൊണ്ടോ, നാം എന്തെങ്കിലും വേറെ നല്ല പ്രവർത്തികളോ പുണ്യപ്രവർത്തികളോ ചെയ്യുന്നത് കൊണ്ടോ, ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കുഞ്ഞുങ്ങളും നാം മനസ്സിലാക്കിയിരിക്കണം. കാതോലിക്ക സഭയുടെ വിശ്വാസം അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിന് നാം വില കൊടുത്തില്ല, അതിന് നാം സ്ഥലങ്ങൾ ആർക്കും ഈടുവെച്ചില്ല, അതിന് നാം ലീസിനൊന്നും എടുത്തതല്ല, ലോൺ വെച്ചതല്ല, ഒന്നുമല്ല. നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കുന്നത് വഴി നാം വീണ്ടെടുക്കപ്പെട്ടവരായതാണ്. ക്രിസ്തുവിന്റെ ഈ ക്രൂശിന്റെ സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന ഏതാനും ചില ആളുകളെ ഈ രാവിലെ നിങ്ങളുടെ അടുത്ത് ഓർപ്പിച്ചിട്ട് ഇരിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നേരം പ്രസംഗിക്കത്തില്ല, ആരുടെയും മുഖമൊന്നും ചുളിഞ്ഞു പോകണ്ട. കാരണം എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ വയ്യ, ഭയങ്കരമായ ചൂട്, സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ചൂടാണ് എനിക്ക്. ഈ ക്രൂശിനെ നാം ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷണീയ വേലയിൽ അറിഞ്ഞോ അറിയാതെയോ അടുത്ത് വന്നതായിട്ടുള്ള ചില ആളുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് വരാതിരുന്നിട്ടും ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് ജീവിതം സന്തോഷിക്കപ്പെട്ടതായിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്ക് വേദപുസ്തകത്തിൽ പരിചയപ്പെടാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും കാര്യമാണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. ഹെരോദാവിന്റെ അടുക്കൽ പീലാത്തോസിന് ഈ യേശുവിനെ അയക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്രൂശീകരണ സമയത്ത് മാത്രമല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം പോലും യാഥാർത്ഥ്യമാകാത്ത അല്ലെങ്കിൽ നിവർത്തി വരാത്തതായിട്ടില്ല. അത് ഒന്നൊന്നായി വായിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന ജീവിതകാലത്ത്, ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത്, പരസ്യ ശുശ്രൂഷയുടെ ഘട്ടങ്ങളിലൊക്കെ ഹെരോദാവ് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ സാധിച്ചില്ല. എന്നാൽ പീലാത്തോസിന്റെ അടുത്താണ് ഈ യേശു വിസ്തരിക്കപ്പെട്ടത്. നിങ്ങൾക്കൊക്കെ അറിയാം. മഹാപുരോഹിതന്മാരും മറ്റ് പടയാളികളും സദൂക്യരും പരീശന്മാരും ഒക്കെ ക്രിസ്തുവിനെ കൊണ്ടുവന്നത് ഈ പീലാത്തോസിന്റെ അടുത്താണ്. പീലാത്തോസ് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ ഒന്ന് അവിടുന്ന് വിടുവിക്കണം, തന്റെ കയ്യിൽ നിന്ന് ഒഴിയണമെന്ന് താൻ ആഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല, തന്റെ ഭാര്യ ഒരു ചെറിയൊരു എഴുത്ത് ഈ മറ്റാരുടെയോ കയ്യിൽ കൊടുത്തു വിട്ടു. ആ നീതിമാന്റെ രക്തത്തിൽ നീ ഒരു വിധിയും പറയരുത്, അവൻ നീതിമാനാണ്, അവൻ നിമിത്തം കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അവനെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം വല്ല നിവൃത്തിയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭാര്യയെ പേടിച്ച് എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ വിടുവിക്കുമായിരുന്നു, അല്ലേ? നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യമാരെ, ചിലർക്കൊക്കെ ചില ഭാര്യമാരെയൊക്കെ പേടിയാണ്. പേടിക്കേണ്ടതായിട്ടുള്ള സംഗതിയൊക്കെ ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. പക്ഷേ പീലാത്തോസിന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും സാധിച്ചില്ല. എന്താണ് കാര്യം? ആളുകൾ ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ലെന്നാണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഗലീലയിലെല്ലാം നടന്ന് ആളുകളെ ഈ ദൈവദൂഷണം പറഞ്ഞ് പരത്തുകയാണെന്ന് ആരോ ഒരാളോട് ഇരുന്നോണ്ട് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഇവൻ ഗലീലക്കാരനാണെങ്കിൽ ഞാനല്ല, ഹെരോദാവാണ് ഇതിന്റെ പേരിൽ വിധി പറയേണ്ടതെന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ അടുത്തേക്ക് അയക്കുക. ഹെരോദാവ് രാജാവാണ്, പീലാത്തോസ് നാടുവാഴിയാണ്, ഗവർണറാണ്. രണ്ടു പേർക്കും രണ്ട് സ്ഥലത്തെ അധികാര പരിധിയാണ്. പീലാത്തോസിന്റെ മേൽ ഹെരോദാവിനോ, ഹെരോദാവിന്റെ മേൽ പീലാത്തോസിനോ അധികാരമില്ല. എന്നാൽ കൈസരാണ് ഇവരുടെ എല്ലാവരുടെയും ചക്രവർത്തി. ഈ ഹെരോദാവിന്റെ അടുത്തേക്ക് അയച്ചതായിട്ടുള്ള ആ സമയത്താണ് വേദപുസ്തകത്തിൽ നാം വായിച്ചത്, മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. ഹെരോദാവും പീലാത്തോസും തമ്മിൽ മിണ്ടാതെ സംസാരിക്കാതെ സ്നേഹിതന്മാരല്ലായിരുന്നു. യേശുവിനെ ഈ ഹെരോദാവിന്റെ അടുത്തേക്ക് അവിടെ ചെന്നു ഹെരോദാവ് യേശുവിനോട് അത്ഭുതം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്.
പക്ഷേ ഹെരോദാവ് ഈ യേശു ഒന്നും വേണ്ടിയില്ല. എന്തായാലും ആ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിനെ കണ്ടതുകൊണ്ട് ഹെരോദാവ് അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ഹെരോദാവിന്റെ അടുത്ത് ക്രിസ്തു ചെന്നതായിട്ടുള്ള അവസരത്തിൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഹെരോദാവിന് സന്തോഷമാണ്, ഹൃദയത്തിന് ആനന്ദമാണ് ഉണ്ടായത്. കാരണം ഇതുവരെയും കാണുവാൻ ആഗ്രഹിച്ചിട്ടും കാണുവാൻ സാധ്യമല്ലാതിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ കാണുവാൻ ഇടയായത് നിമിത്തം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ആരാണ് ക്രിസ്തുവിനെ കണ്ടാൽ സന്തോഷിക്കുന്നത്? ഈ ഭൂമിയിൽ ആരാണ് ദൈവത്തെ കണ്ടാൽ സന്തോഷിക്കാത്തത്? ദൈവത്തെ യഥാർത്ഥമായി കാണുമ്പോൾ, ദൈവത്തിന്റെ മുഖം കാണുകയാണെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ, ദൈവത്തിന്റെ സ്വരം കേട്ടാൽ, അവനെ അത് കാണുവാൻ ഇടയായാൽ സകലർക്കും സന്തോഷം. അതുകൊണ്ട് ഈ മാലാഖമാരുടെ പാട്ട് അന്വർത്ഥമാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതുപോലെ തന്നെ ആട്ടിടയരോട് പറഞ്ഞതായ സന്ദേശവും അതാണല്ലോ, ഭയപ്പെടേണ്ട, സർവ്വ ജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അന്ന് കാര്യത്തൊഴുത്തിൽ സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന ചില ആളുകൾ ഈ ക്രൂശീകരണ സമയത്തുമുണ്ട്. ദുഃഖമാണ്, പ്രയാസമാണ്, പ്രതിബന്ധമാണ്, മരണത്തെ നേരിടുവാനായിട്ട് പോവുകയാണ്. തങ്ങളുടെ ആത്മമനോഹരൻ, തന്റെ ആത്മപ്രിയൻ, തങ്ങളുടെ ഗുരു ക്രൂശിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. എങ്കിൽ തന്നെയും സന്തോഷം നിറഞ്ഞതായിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ഈ ഹെരോദാവ്. ഞാൻ ചുരുക്കി പറയട്ടെ ആ ഒരു പോയിന്റ്. അതായത് ഹെരോദാവും ഈ പീലാത്തോസും തമ്മിൽ ശത്രുതയെല്ലാം മറന്ന് സ്നേഹിക്കപ്പെട്ടു. നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ ശത്രുതയോ വിദ്വേഷമോ കോപമോ ഭയമോ ഈ രാവിലെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ കാണുവാൻ, അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വരുവാൻ ആഗ്രഹിച്ച് ഈ ആലയത്തിൽ ക്രൂശിന്റെ ചുവട്ടിൽ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ സമയത്ത് ഈ കാൽവറിയുടെ ക്രൂശിൽ ഉരുകാത്തതായിട്ടുള്ള ഒരു വൈരമോ ഒരു ദേഷ്യമോ ഒരു ദൂഷ്യമോ ഇല്ല. ഒരു ഹൃദയം പോലും, ഒരു കഠിന ഹൃദയം പോലും ഇല്ല ഈ ക്രൂശിന്റെ ചുവട്ടിൽ തകർന്നു പോകാം. ആ ക്രൂശിനെ നോക്കുക. നമ്മളിവിടെ എപ്പോഴും പാടുമല്ലോ, ഈ കഴിഞ്ഞ 50 ദിവസവും ഞങ്ങള് ഇവിടെ പാടി ക്രൂശിന്മേൽ കാണുന്നത് ആരുതാന്നുള്ളതായ പാട്ട്. ഈ 50 ദിവസം ഇവിടെ വരാത്തതായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വന്നതായിട്ടുള്ള ആളുകളുമുണ്ട്. ചിലരൊക്കെ വന്ന് സംബന്ധിച്ചു, ചിലര് ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ധ്യാനം നടത്തി വളരെ മനോഹരമായിട്ട് അവരൊക്കെ നടത്തിയവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ട് പാടിയവരുണ്ട്, വേദപുസ്തകം വായിച്ചു കേൾപ്പിച്ചവരുണ്ട്, ധ്യാനം നടത്തിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ രാവിലെ കാൽവരിയുടെ ക്രൂശിലേക്ക് നോക്കുന്നതായിട്ടുള്ള ആരും, ക്രിസ്തുവിനെ നോക്കുന്നതായിട്ടുള്ള ആരും, അവനെ തൊടുന്ന ആരും, അവൻ സ്പർശിക്കുന്നതായിട്ടുള്ള ആരും, ഹൃദയത്തിൽ കഠിന ഹൃദയരായിട്ട് ആരും അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാറില്ല. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു, ഇപ്പോഴോ അവർ തമ്മിൽ സ്നേഹിതന്മാരായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വേറൊരാളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു തടവറയിൽ കിടന്ന ഒരു ജയിലിൽ കിടന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. അതും എന്തുമായിരുന്നു? നഗരത്തിലെ കലഹവും കുലയും നിമിത്തം തടവിലായിരുന്നതായിട്ടുള്ള ബറബ്ബാസിനെ വേണമോ അതോ ക്രിസ്തു എന്ന് പറയുന്ന ഈ യേശുവിനെ വേണമോ, ആരെ വേണമെന്ന് നിങ്ങൾ പറയാനായിട്ട് പീലാത്തോസ് ആവശ്യം. പീലാത്തോസിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ഗ്രീൻ സിഗ്നൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഇവരിൽ ആരെങ്കിലും ക്രിസ്തുവിനെ വേണമെന്ന് പറയണം. പക്ഷെ എന്താണ്? ക്രിസ്തുവിനെ വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് പറയിപ്പിക്കുവാനായിട്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ക്രിസ്തുവിൽ എങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം, കൊല്ലാം, നിശേഷം അവസാനിപ്പിക്കാം, ഈ നസറേന്റെ നാമം നിശേഷം ഇവിടുന്ന് പറിച്ചു കളയാമെന്ന് ചിന്തിച്ചിരുന്നതായിട്ടുള്ള ആളുകളായിരുന്നല്ലോ അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കുകയെന്നും ബറബ്ബാസിനെ വിട്ടുതരിക എന്നും പറയുവാൻ അവിടെ ആളുകളുണ്ടായിരുന്നു. ബറബ്ബാസ് അത്ഭുതം പ്രവർത്തിച്ചവനാണോ? ബറബ്ബാസ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണോ? ബറബ്ബാസ് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവനാണോ? ബറബ്ബാസ് ഈ ലാസറിനെ ഉയർപ്പിച്ചവനാണോ? നയീമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു കൊടുത്തവനാണോ? കുഷ്ഠരോഗിയെ ചേർത്ത് അടുത്ത് നിർത്തി അവനെ സൗഖ്യമാക്കിയവനാണോ? ഒന്നുമല്ല.
കലഹവും കൊലയും നിമിത്തം തടവിലായിരുന്നതായിട്ടുള്ള ബറബ്ബാസിനെ വിട്ടുതരണം എന്ന് ജനമെല്ലാം ഒന്നടങ്കം പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നാം ഓർക്കുമല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസംഗം തന്റെ സ്വന്തം ആലയത്തിൽ വെച്ച് നടത്തിയതായിട്ടുള്ള പ്രസംഗം, താൻ പുസ്തകം എടുത്ത് അവിടെ ചെന്ന് വായിച്ച പ്രസംഗം എന്താണെന്ന്, അവിടെ ചെയ്ത പ്രസംഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ താൻ വായിച്ചത്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്, ബദ്ധന്മാരെ വിടുവിപ്പാൻ, തടവറയിൽ കിടക്കുന്നവരെ വിടുവിപ്പാൻ, കുരുടന്മാരെ കാഴ്ചയുണ്ടാക്കുവാൻ, ചെകിടന്മാരെ കേൾപ്പിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പ്രസംഗിച്ചതായിട്ട് പ്രസംഗം, തന്റെ ആദ്യത്തെ പ്രസംഗം, തന്റെ ഇടവക പള്ളിയിൽ താൻ ചെയ്തതായിട്ടുള്ള പ്രസംഗം, അതിന്റെ ആ മാനിഫെസ്റ്റേഷന്റെ അതിന്റെ നിവൃത്തിയാണ് താൻ ഈ ക്രൂശിൽ നിന്നുപോലും കാണിച്ചത്. അവിടെ താൻ ക്രൂശിൽ കിടക്കുവാൻ പോകുന്ന അവസരത്തിൽ പോലും തന്നെക്കാട്ടിലും ഒരു 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 പാവപ്പെട്ടതായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ബറബ്ബാസിനെ ഈ ക്രൂശിൽ നിന്ന് അല്ലെങ്കിൽ കൊലയിൽ നിന്ന് വിടുവിക്കുവാൻ, സർവജനത്തിന്റെയും പാപങ്ങൾ വഹിച്ച ഭൂമിയിലുള്ള സകല ജനത്തെയും പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുവിക്കുവാൻ വന്നതായിട്ടുള്ള ക്രിസ്തുയേശു തന്റെ തൊട്ടപ്പുറത്ത് തടവറയിൽ കിടക്കുന്നതായിട്ടുള്ള ബറബ്ബാസിനെ പോലും അവൻ മാറുന്നില്ല. തന്റെ ക്രൂശ് എത്രമാത്രം ഭയങ്കരമായിട്ടുള്ള വിസ്ഫോടനകരമായിട്ടുള്ള സാധ്യതയുള്ളതായിട്ടുള്ള ഒരു ക്രൂശായിരുന്നു തന്റെ ക്രൂശ്. താന് ഈ വിസ്തരിക്കപ്പെടുന്നതായിട്ടുള്ള അവസരത്തിനും ബറബ്ബാസിനെ വിടുവിക്കുവാനായിട്ട്, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, ബറബ്ബാസിനെ വിടുവിക്കുവാൻ തനിക്ക് ഇഷ്ടം തോന്നി. ക്രിസ്തുവിന്റെ പ്രസംഗവും നമ്മുടെയൊക്കെ പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിസ്തു ചെയ്യുന്നതാണ് താൻ പ്രസംഗിച്ചത്. ബദ്ധന്മാർക്ക് വിടുതലെന്ന് താൻ പറഞ്ഞ് പ്രസംഗിച്ചതായിട്ടുള്ള അവസരത്തിൽ അവസാന നിമിഷം പോലും താൻ ഒരു ബദ്ധനെ വിടുവിച്ചു, ഒരു തടവറയിൽ കിടന്നതായിട്ടുള്ള ആളിനെ വിടുവിച്ചു. ഇതാണ് ക്രിസ്തു, ഇതാണ് വിശ്വാസ ജീവിതം, ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തീയ സഭയുടെ വിശ്വാസം ഇതാണ്. തന്നിലേക്ക് നോക്കുന്ന, തന്നിൽ ആശ്രയം വയ്ക്കുന്ന, തന്റെ സമീപത്തോടെങ്കിലും കടന്നു പോകുന്ന ആരെയും വിടുവിക്കുന്നവനായിട്ടുള്ള ക്രിസ്തു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഇതാണ് എന്ന് നാം ഓർത്തുകൊള്ളുന്നു. തന്നെ നോക്കുന്ന ആർക്കും വിടുതലുണ്ട്. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്ന പിച്ചള സർപ്പത്തെ മോശ അവിടെ നിർമ്മിച്ച് നിർത്തിയതായിട്ടുള്ള അവസരത്തിൽ മോശ പറഞ്ഞു, ദൈവം മോശയോട് പറഞ്ഞു, നീ നാട്ടി നിർത്തുന്നതായിട്ടുള്ള പിച്ചള സർപ്പത്തെ നോക്കുന്ന ആർക്കും വിടുതൽ, രക്ഷ. അല്ലേ മരണമാണ്, അല്ലേ മരണമാണ്. ഈ പിച്ചള സർപ്പത്തെ നോക്കുന്ന ആ പിച്ചള സർപ്പം ഇതാ ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യേ ക്രൂശിൽ കിടന്ന് മനുഷ്യപുത്രനായിട്ടുള്ള ക്രിസ്തു ഇതാ പിച്ചള സർപ്പമായി സകല ജനത്തിനും, നോക്കുന്നവർക്കും തൊടുന്നവർക്കും വിളിക്കുന്നവർക്കും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സകല ജനത്തിനും രക്ഷയായി ഇതാ അവൻ കാൽകളുടെ മേളിൽ കിടക്കുന്നു. നാലാമതായി ഈ 23-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം നാം വായിക്കുന്നു. 23-ാമത്തെ അധ്യായത്തിന് 39-ാമത്തെ വാക്യം, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരൊരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവരും അവനെ ശാസിച്ചു. സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നു. 42-ാമത്തെ വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. കള്ളന്മാരിൽ ഒരുത്തൻ, 2 പേരെ ഈ കാൽവറിയുടെ അല്ലെങ്കിൽ ഗോൽഗോഥായിൽ 3 പേരെ ഒന്നിച്ചാണ് ക്രൂശിച്ചത്. നമ്മുടെ കർത്താവ് നടുക്കും, 2 കള്ളന്മാർ 2 സൈഡിലുമായിട്ട് ക്രൂശിച്ചു. ഏത് കള്ളനാണ് രക്ഷപ്പെട്ടത്? ഏത് കള്ളനാണ് കർത്താവിനെ ദുഷിച്ചത്? വേദപുസ്തകത്തിൽ അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല ഏത് കള്ളനാണ്. പലപ്പോഴും പ്രസംഗിക്കുന്നവർ സൗകര്യപൂർവ്വം കുറച്ചുകൂടെ നല്ല സൈഡ് വലത്തായതുകൊണ്ട് വലത് സൈഡിലുള്ള കള്ളൻ എന്നാണ് പറയുന്നത്, അറിയാതെ പ്രസംഗിക്കുന്നത്. നമ്മുടെ ക്രമത്തിൽ കൊണ്ടത്. അപ്പൊ ഏതോ കള്ളന്മാരായിരിക്കും അതും എഴുതിയത്.
അപ്പോ നമ്മൾ അറിയാതെ അങ്ങനെ പ്രസംഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഇതുപോലെ പിന്നെ സംശയമുള്ള പല കാര്യങ്ങളും ചിലർ പ്രസംഗിക്കും. ഈ ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. ദിവസത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നേരത്തെ ഒരു ആവേശത്തിന് അത് നമ്മളൊന്ന് പറയും. വേറെ ചിലർ പ്രസംഗിക്കും, പത്രോസേ നീ പാറയാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാനുണ്ട്, സഭയെ പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞു. നമ്മൾ അറിയാതെ സൗകര്യപൂർവ്വം എന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെ ഏതോ ഒരു സൈഡിലെ ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, അവൻ അവിടെ കിടന്ന് ദുഷിക്കുകയാണ് കർത്താവിനെ. നീ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയവനാണല്ലോ, നീ ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുത്തവനാണ്, നീ വലിയ ശക്തിയുള്ളവനാണ്, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ കൂടെ രക്ഷിക്കുക. പക്ഷെ മറ്റേ കള്ളൻ ക്രൂശിൽ കിടന്നതായിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലായതായിട്ടുള്ള അവസരത്തിൽ അവൻ പറഞ്ഞു, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു, എന്നെയും ഓർത്തു. എവിടെയാണ് രക്ഷ? ഇന്ന് ആളുകൾ ഒത്തിരി പേര് രക്ഷയ്ക്കായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നു. പല മലകളിലും പല പള്ളികളിലും ഒക്കെ പോകുന്നവരുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോകുന്നവർ. പക്ഷെ രക്ഷ കിട്ടുമെന്നും പറഞ്ഞെങ്കും പോകരുത്. അവിടെ എങ്ങും അല്ല രക്ഷ. രക്ഷകർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഭൂമിയിലെങ്ങും ഇല്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ വേറെ ഒരു നാമവുമില്ല. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. പ്രത്യേകിച്ച് ബാഞ്ചലുകൾ സഭയിലെ ഫെലോഷിപ്പിലെ വിശ്വാസികളെ വേറെ എങ്ങും രക്ഷയില്ല എന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ, ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്കിട വരരുത് എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. ഈ കുറ്റക്കാരായിട്ടുള്ള ഈ രണ്ട് കള്ളന്മാര് കിടന്നതിൽ ഒരുത്തൻ കർത്താവിനെ ദുഷിച്ചതായിട്ടുള്ള അവസരത്തിൽ മറ്റവൻ പറയാണ്, നമ്മൾ സമശിക്ഷാവിധിയിലായിരുന്നിട്ട് നീക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? ഇവന് മരുന്നാത്തൊന്നും ചെയ്തിട്ടില്ല. അവൻ പവിത്രനും നിഷ്കളങ്കനുമായിട്ടുള്ള ക്രിസ്തു, യാതൊരു കുറ്റവും ചെയ്യാത്തവൻ, നീതിമാനായ കുറ്റരഹിതനായിട്ടുള്ള ക്രിസ്തു, അവനെയാണോ നീ അരുതാത്തത് പറയുന്നത് എന്ന് പറഞ്ഞ് അവിടുത്തെ കർത്താവിനെ സ്വീകരിക്കണം. എപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും? ഏത് സമയത്താണ് രക്ഷ? ഏത് സമയത്ത് അത് ഏൽക്കാൻ പറ്റും? 18 വയസ്സ് കഴിഞ്ഞാണോ? അല്ല 25 വയസ്സ് കഴിഞ്ഞാണോ? 40 വയസ്സ് കഴിഞ്ഞാണോ? 60 വയസ്സ് കഴിഞ്ഞാണോ? ഒരിക്കലും അല്ല. ഏത് സമയത്തും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി ബോധമുള്ളപ്പോൾ ഏത് സമയത്തും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, ക്രിസ്തുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ. രാജ്യത്വം പ്രാപിച്ചു വരിക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്വം ആരാ പ്രാപിക്കുന്നേ? രാജാവ് അല്ലേ? ക്രിസ്തു രാജാവാണെന്ന് ഉള്ളിൽ ബോധ്യമുള്ളതായ സമയത്ത്, അല്ലെങ്കിൽ രാജാവാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരാൾക്ക് ക്രിസ്തുവിനെ കർത്താവും രാജാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നത്. ആ സമയത്താണ് നാം രക്ഷപ്പെടുന്നത്. കുരിശിലെ കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുരിശിലെ കള്ളനെ പറ്റി ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, അവൻ ജീവിതം മുഴുവൻ മോഷ്ടിച്ചവനാണ്. കുരിശിൽ കിടന്നുകൊണ്ട് സ്വർഗരാജ്യവും അവൻ മോഷ്ടിച്ചു, നിത്യതയും അവൻ മോഷ്ടിച്ചു. അവൻ അന്ന് വരെ ചെറുപ്പം മുതൽ ചെയ്തു വന്ന പണി ക്രൂശിൽ കിടന്നു അവൻ ചെയ്തു. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ രക്ഷ പ്രാപിച്ചു. ചിലർ അതിനെപ്പറ്റിയൊക്കെ, ചില സഭാവിഭാഗങ്ങൾ അതിനെപ്പറ്റിയൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട്. ഈ ക്രൂശിൽ കിടന്ന കള്ളൻ പ്രതീക്ഷയിൽ ചെല്ലുമെന്നേ പറഞ്ഞുള്ളൂ, സ്വർഗത്തിലോട്ട് പോകുന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന കള്ളന് പറ്റിയ പോലെയുള്ള ഭാഗ്യങ്ങളൊന്നും എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ല ഭാഗ്യം. ആ ക്രൂശിൽ കിടന്നതായിട്ടുള്ള സമയത്ത് അവൻ യേശുവിനെ ക്രിസ്തു എന്ന്, അല്ലെങ്കിൽ രാജാവെന്ന്, കർത്താവെന്ന് അംഗീകരിച്ചതായിട്ടുള്ള സമയത്ത് തന്നെ ക്രിസ്തു അവനെ രക്ഷ പ്രാപിച്ചവരുടെ ഗണത്തിലേക്ക് ആക്കി. പ്രിയപ്പെട്ടവർ, എവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആരെങ്കിലും ഈ 2025 ഈ ദുഃഖവെള്ളിയാഴ്ച രാവിലെ നടത്തുന്ന ഈ ശുശ്രൂഷയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ക്രൂശിന്റെ ചുവട്ടിൽ വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിൽ വന്നിട്ടില്ലെങ്കിൽ ഈ രാവിലെ ഒറ്റ വാക്ക്, ക്രിസ്തുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുന്നു, നീ എന്റെ രാജാവാണ്, നീ എന്റെ കർത്താവാണ്, നീ എന്റെ ക്രിസ്തുവാണ്,
നിന്നെ ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞു, അയ്യോ എങ്ങും പോകണ്ട, വെളിയിലെങ്ങും പോകണ്ട, പൈസ ചെലവാക്കണ്ട, ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് പിടിച്ച് വേറെ പള്ളികളിലെങ്ങും പോകണ്ട, എങ്ങും പോകണ്ട, ഒറ്റ വാക്ക്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അതാണ് ക്രൂശിലെ കള്ളൻ പറഞ്ഞതായിട്ടുള്ള വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അവൻ ചെലവഴിച്ചതായിട്ടുള്ള വാക്ക്. ക്രിസ്തുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്ന്. അഞ്ചാമതായി ശതാധിപൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഈ ക്രൂശീകരണത്തിന്റെ ഒക്കെ സൂപ്പർവിഷൻ നടത്തിയതായിട്ടുള്ള ഒരാളാണ്. 23-ാമത്തെ അധ്യായത്തിൽ 44 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കും. 47-ാമത്തെ വാക്യത്തിൽ ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു സത്യം എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ തീർച്ചയായിട്ടും ദൈവപുത്രനായിരുന്നു സത്യം എന്നാണ് ശതാധിപൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയത്. ശതാധിപൻ അന്നുവരെയും ക്രിസ്തുവിനെ നേരിട്ട് കാണുകയോ അറിയുകയോ അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപഴകാനായിട്ട് പറ്റിയ ആളല്ല. ക്രിസ്തുവിനെ ആദ്യമായിട്ട് താൻ ഇത്രയും അടുത്ത് അറിയുകയാണ്. ഏതാനും ചില മണിക്കൂറുകൾ ക്രൂശീകരണത്തിന്റെ സമയത്ത് അവന്റെ ട്രയൽ നടക്കുമ്പോൾ, അവന്റെ വിസ്താരം നടക്കുമ്പോൾ അവനെ ക്രൂശിൽ കയറ്റിയതായിട്ടുള്ള അനുഭവം മാത്രമേ കണ്ടുള്ളൂ. യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിട്ട്, വേറൊന്നും പറഞ്ഞില്ല. കുറ്റങ്ങൾ ആരോപിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവനെ വിസ്തരിച്ചപ്പോൾ അവൻ എതിരൊന്നും പറഞ്ഞില്ല. അവിടെ പിലാത്തോസ് പല പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ ഒന്നും പറയാത്ത, ഈ ആളുകൾ ഇതിനെ പറ്റി ഇഷ്ടം പോലെ പറയുന്നുണ്ടല്ലോ, നീ എന്തെങ്കിലും വാ തുറന്നൊന്നു പറ. കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ദൈവപുത്രനാണ്. ആകാശ മേഘങ്ങളെ കീറി ഞാൻ വീണ്ടും വരുന്നൊരു ദിവസം ഉണ്ടാകും. കർത്താവിൽ കണ്ടതായിട്ടുള്ള കുറ്റം എന്തായിരുന്നു? അവർക്ക് എല്ലാവരും കുറ്റങ്ങൾ ആരോപിച്ചു. നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കാൻ നമ്മളെല്ലാവരും എടുക്കണം, പ്രത്യേകിച്ച് മലയാളികൾ. എന്തായിരുന്നു ഇവർ കണ്ട കുറ്റം? ഒത്തിരി സാക്ഷികളെ കൊണ്ടുവന്നു. ഈ കോടതികളിലൊക്കെ സാക്ഷികളെ വിസ്തരിക്കും. ചില സാക്ഷികൾ കാണാത്തത് കണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കും. സമയമാകുമ്പോൾ ചില ആളുകൾ മാറും, അപ്പം മൊഴി മാറ്റി പറയും. അപ്പോൾ കോടതി ഭാഷ അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ സാക്ഷികൾ ഹോസ്റ്റൈലായെന്ന് പറയും, അവരങ്ങ് മാറും. അവർ കണ്ടില്ല, പിന്നെ കേട്ടില്ല, അന്നേരം സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേര് ഞാൻ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞവരുമാണ്. നമുക്കൊത്തിരി അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയ കുറ്റം എന്താണ്? ഒത്തിരി കുറ്റം പറഞ്ഞു, പലരും വന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ശരിയായില്ല. അവസാനം നല്ല ഏറ്റ ഒരു ക്രിസ്തുവിന്മേലുള്ള കുറ്റം പീലാത്തോസ് അടുപ്പിച്ച് പീലാത്തോസ് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കേണ്ടി വന്ന കുറ്റം എന്താണെന്ന് അറിയാമോ? ഒറ്റ കുറ്റമാണ്. ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇവൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു ഈ മന്ദിരം പൊളിക്ക്, ഇതിനെ 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഈ സെമിനാറിന്റെ ചാപ്പല് പൊളിച്ച അടുത്ത 2 ദിവസം കൊണ്ട് ഞാൻ പണിയാമെന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് പണിയിപ്പിക്കുമോ അതോ അവരെ പിടിച്ച് ക്രൂശിക്കുമോ? ഈ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്ന ഈ അവിടെ ഇവിടെയൊക്കെ പെയിന്റും ഒക്കെ പോയി നിൽക്കുന്ന ഈ പിന്നെ ചാപ്പല് ഞാൻ അവനെ ടാക്സി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവനെ പിടിച്ചിവിടെ കൊണ്ടുവന്ന് 3 ദിവസം കൊണ്ട് പണിയിപ്പിക്കും. ക്രിസ്തുവിന്മേൽ കണ്ട കുറ്റം, അനീതിയുള്ള, നീതിയില്ലാത്ത, ന്യായരഹിതമായിട്ടുള്ള ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിയതായിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കണ്ടതായിട്ടുള്ള കുറ്റങ്ങളിലൊക്കെയായിരുന്നു. ഈ ശതാധിപൻ ഇതൊക്കെ കണ്ടിട്ട് കർത്താവിന്റെ മരണം കണ്ടുപോകുന്നു. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു നിലവിളിച്ച് പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രാണൻ ഞാൻ വിട്ടു. ഇത് സംഭവിച്ചത് കണ്ടിട്ട് ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി നീതിമാനായിരുന്നു സത്യം, ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു സത്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട്. ധനികയായിട്ടുള്ള ശൂന്യകാരത്തിയായിട്ടുള്ള സ്ത്രീ ദിവസവും രാവിലെയും വൈകിട്ടും ആ വഴിയെ പോകുന്നതായിട്ടുള്ള എലീശയെ കണ്ടപ്പോൾ അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയെ പോകുന്നതായിട്ടുള്ള ഈ ദൈവപുരുഷൻ
ഒരു ദൈവഭക്തനാണ്, വിശുദ്ധനായ ദൈവഭക്തനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്തുവിന്റെ ഈ ട്രയല്, ഈ വിസ്താരം കണ്ടിട്ട്, അവന്റെ മരണം കണ്ടിട്ട്, ക്രൂശിലെ അവന്റെ കിടപ്പ് കണ്ടിട്ട് അവിടെ നിന്നതായിട്ടുള്ള ഇതിന്റെയൊക്കെ ചുമതല വഹിച്ച ശതാധിപൻ പറയുന്നു, വാസ്തവമായി ഇവൻ നീതിമാനായി. ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിന്നതായിട്ടുള്ള ശതാധിപന്റെ മനസ്സിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായി. ക്രൂശിക്കുവാൻ കൊണ്ടുവന്നതായിട്ടുള്ള ക്രിസ്തുവിനെ ക്രൂശീകരണം കഴിഞ്ഞിട്ട്, അവന്റെ മരണം കഴിഞ്ഞിട്ടായാലും അവന് ചിന്ത വന്നു, ഇവൻ വാസ്തവമായി ദൈവപുത്രനാണ്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനന്ത സാധ്യതകളുടെ ഒരു ഭാഗം എവിടെയാണ്? ക്രിസ്തുവിനെ കാണുന്നവർ അവൻ ദൈവപുത്രനാകുന്ന സത്യം, അവൻ നീതിമാനാകുന്ന സത്യം, അവൻ രാജാവാകുന്ന സത്യം, അവൻ തീർച്ചയായിട്ടും രാജാവ്, യഹൂദന്മാരുടെ രാജാവാകുന്ന സത്യം എന്ന് അവിടെ എഴുതി വെച്ചു. പീലാത്തോസ് അറിയാതെ എഴുതി വെച്ചു. INRI എന്ന് പറയുന്ന ഒരു റോമ യമന ഭാഷയിൽ എഴുതിയതായിട്ടുള്ള ഒരു എഴുത്ത് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചു, യേശു യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാർക്ക് അത് കേട്ടപ്പോൾ മാനക്കേടൊക്കെ തോന്നി. ഈ പീലാത്തോസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങനെയാണോ എഴുതേണ്ടത്? യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്ന് വേണം എഴുതാൻ. പക്ഷെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. കാരണം പീലാത്തോസ് ഒരു ജാതീയനായിരുന്നെങ്കിലും അവൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ മാത്രമല്ല, സർവ്വലോകത്തിന്റെ വന്നവരുടെയും വരുവാനുള്ളവരെയും ജനിച്ചവരുടെയും ജനിക്കുവാനുള്ളവരുടെയും ഈ ഭൂമിയുടെയും അറ്റം വരെയും നിത്യതയുടെയും ഒക്കെ അവൻ രാജാവാണ്. അവന് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിന്റെയും മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ അവന്റെ സന്നിധിയിൽ മടങ്ങുന്നുവെന്ന് നാം അറിയുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവൻ രാജാവ്, അവൻ ശ്രേഷ്ഠനായിട്ടുള്ള നീതിമാൻ, അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് ഈ ശതാധിപന് പറയുവാനായിട്ട് സാധിച്ചു. യേശു അവിടെ കിടന്ന് പ്രസംഗിക്കുകയൊന്നും ചെയ്തു. ക്രൂശിൽ കിടന്ന് 4 പ്രസംഗം രീതിയിലേക്കാണെന്ന് വിചാരിച്ച് യേശു പ്രസംഗിച്ചു. യേശു ഹല്ലേലൂയ എന്ന് പറഞ്ഞില്ല, സ്തോത്രമൊന്നും പറഞ്ഞില്ല, യേശു വേറെ ഒന്നും പറഞ്ഞില്ല. ശാന്തനായി കാര്യങ്ങൾ നേരിട്ടു. യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അവിടെ ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ അമ്മ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നതായിട്ടുള്ള അവസരത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അമ്മയോട് പറയാണ്, ഇതാ നിന്റെ മകൻ. മകനോട്, ഈ ശിഷ്യനോട് ക്രിസ്തു പറഞ്ഞു, യോഹന്നാനോട്, താൻ ഏറ്റവും അധികം സ്നേഹിച്ചതായിട്ട് തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വേദപുസ്തകം നാം വായിക്കും, അന്നു മുതൽ ഈ ശിഷ്യൻ അവളെ അവന്റെ വീട്ടിൽ പോയിക്കൊണ്ട് താൻ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പോലും താൻ ചെയ്യേണ്ട നീതിയും താൻ ചെയ്യേണ്ട ന്യായവും ഒന്നും കർത്താവ് മറന്നുപോയില്ല. നമ്മൾ പലപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനും ഒക്കെ മറക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മാതാപിതാക്കളെ കരുതുവാൻ, മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, മാതാപിതാക്കളെ അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അത് ചെയ്തേ മതിയാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാനും നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പൗലോസ് കോട്ട് ചെയ്ത് പറയുന്നുണ്ട് വേദപുസ്തകത്തിലെ ഒരു കാര്യം. നമുക്ക് നന്മയും നമുക്ക് ദീർഘായുസ്സൊക്കെ ഉണ്ടാകുവാൻ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ക്രിസ്തു തന്റെ ക്രൂശിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ, 3 ആണികൾ താൻ കിടക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം കിടക്കുമ്പോൾ, ആളുകൾ തന്നെ അപമാനിക്കുമ്പോൾ, കൂടെ കിടന്ന് ഈ ക്രൂശിൽ തന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതായിട്ടുള്ള കള്ളൻ പോലും തന്നെ അപമാനിച്ചതായിട്ടുള്ള അവസരത്തിലും താൻ പറഞ്ഞു, യെസ്, തന്റെ നീതിയെല്ലാം താൻ നിവർത്തിച്ചു. നമ്മുടെ ചുമതലകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നാം മറന്നു പോവുകയില്ല. നമ്മുടെ പ്രായമുള്ളവരെ നാം കാണുകയും അവരെ കരുതുകയും അവരെ പോയി അവരുടെ ക്ഷീണത്തിൽ അവരെ കാണുകയും ഒക്കെ ചെയ്യുന്നു. പലരുടെയും അസാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് അവരുടെയൊക്കെ വില നാം മനസ്സിലാക്കുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ, അവർ ഓടി നടക്കുമ്പോൾ, നമുക്ക് വേണ്ടി അന്വേഷിച്ചു തരുമ്പോൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴൊന്നും നമ്മൾ പലപ്പോഴും അവരുടെ വില മനസ്സിലാകത്തില്ല. അവർ പോയി കഴിയുമ്പോൾ, നാം തനിച്ചാകുമ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം ഒത്തിരി ശ്രേഷ്ഠമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നതായ സമയത്ത് സ്നേഹിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, കരുതേണ്ടവരെ കരുതുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല പ്രവണത നമ്മളുണ്ടായിരിക്കണം. ഇച്ചിരി മുമ്പോട്ട് ഞാൻ പോകട്ടെ. നമ്മുടെ ഇടവകയിൽ
പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഓർത്തപ്പെടുന്നു പറയാം. നമ്മുടെ ഇടവയോ നടക്കുമ്പോൾ നമ്മുടെ പല ആളുകളും പള്ളിയിലിരിക്കുന്നത് എന്താണെന്നറിയാം, എന്തെങ്കിലും സ്ഥാനമൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവരെയൊക്കെ ഇന്ന് ഞാൻ പള്ളിയിൽ കാണുന്നു. കഴിഞ്ഞ ആഴ്ച വരാത്തവരൊക്കെ പറഞ്ഞിരുന്നു പള്ളിയിൽ എല്ലാ ആഴ്ചയും പള്ളിയിൽ വരണം. കാരണം നിങ്ങളെ പറ്റിയൊക്കെ സഭ ഇടവക ആഗ്രഹിക്കുന്നത് അതാണ്, നിങ്ങളുടെയൊക്കെ നേതൃത്വം. ഈ പ്രാവശ്യം ചില പുതിയ കുഞ്ഞുങ്ങളൊക്കെ പുതിയ നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ടവരൊക്കെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ആയുസ്, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് കഴിവുള്ളപ്പോൾ, നമ്മളെ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള താലന്തുകളൊക്കെ നമ്മുടെ സഭയ്ക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ദൈവത്തിനുമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് രക്ഷ പ്രാപിച്ചതായിട്ടുള്ള അതേ അവസരത്തിൽ തന്നെ ക്രൂശിന് മുഖം തിരിച്ചു തന്നതായിട്ടുള്ള ചില ആളുകളും ഞാൻ വളരെ ചുരുക്കമായിട്ട് അവരെ പറഞ്ഞു പോകട്ടെ. ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. ഒന്ന് യൂദ. കഴിഞ്ഞ ആഴ്ച എപ്പോഴോ ഞാൻ ഇവിടെ പ്രസംഗിച്ചതായിട്ടുള്ള സമയത്താണെന്ന് തോന്നുന്നു, ഇവിടുത്തെ ധ്യാനത്തിന് പ്രസംഗിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. യൂദ കർത്താവിനോട് നടന്നതായിട്ടുള്ള ആളാണ്. 3.5 വർഷം കർത്താവിനോട് നടന്നതായിട്ടുള്ള മനുഷ്യൻ. യൂദായ മഹാപുരോഹിതന്മാരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്ത് തരും? ഒരു ഉപഭോക്ത ഒരു സംസ്കാരത്തിലാണ് നാം ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായിട്ടുള്ള സകലമായ മനുഷ്യർ ആത്മീയത്തെ പോലും കച്ചവടമാക്കി എങ്ങനെ ലാഭം കൊയ്യാമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ്. പ്രാർത്ഥന നടത്തിയാലും പ്രസംഗം നടത്തിയാലും ക്രൂസൈഡുകൾ നടത്തിയാലും കൺവെൻഷനുകൾ നടത്തിയാലും എങ്ങനെ എൻ്റെ കയ്യിൽ എൻ്റെ പോക്കറ്റിൽ പൈസ വരും. അതൊരു വലിയ ഒരു വിപത്താണ് ഈ നാളുകളിൽ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കവർച്ചയ്ക്കായി വരുന്ന കള്ളന്മാരെക്കാട്ടിലും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടരാണ് അവർ. ആത്മീയ കുറുവാ സംഘം. നമ്മുടെ ഈ മാധ്യമത്തിൽ ഒരാൾ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, ആത്മീയ കുറുവാ സംഘം. യൂദായുടെ ചോദ്യം അതായത്, നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, ഞാൻ അവനെ കാണിച്ചു തരാം. 30 വെള്ളിക്കാശാണ് ക്രിസ്തുവിനിട്ടതായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ തൊട്ട് മുമ്പിലുള്ളതായ ഭാഗം നാം വായിക്കുന്നുണ്ട്. ഒരു സ്ത്രീ യേശുവിന്റെ അടുത്ത് പരിമള തൈലം പൂശാനായിട്ട് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ശിഷ്യന്മാരിൽ പലരും അവളെ വിലക്കി. അവിടെ ഇരുന്ന് ഈ യൂദ പറഞ്ഞു, അയ്യോ എൻ്റെ മക്കളെ, നീ എന്തിനാ ഇവിടെ കർത്താവിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കുന്ന ഈ കുപ്പി കൊണ്ട് വിറ്റാൽ, മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ എത്ര രൂപ കിട്ടും? 300 വെള്ളിക്കാശ് കിട്ടും. 300 വെള്ളിക്കാശ് കിട്ടുമ്പോൾ അത് ഉടനെ തന്നെ കൊണ്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറ്റില്ല. കർത്താവ് ഈ പറയാനുള്ളതൊക്കെ മുഖം തോന്നി പറയും. കർത്താവ് അന്നേരം ഉടനെ പറഞ്ഞു, അവന് ദരിദ്രനെ പറ്റിയുള്ള ഓർമ്മയൊന്നുമല്ല, അവന്റെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ അത് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടുമാണ് അവൻ ഈ 300 വെള്ളിക്കാശ് എന്നുള്ള ആ ബോധം ഉള്ളിൽ വന്നത്. അതിന്റെ ദശാംശമാണ് ആ 300 വെള്ളിക്കാശിന്റെ ദശാംശം മാത്രമേ ക്രിസ്തുവിന് അവൻ വിലയിട്ടുള്ളൂ. അവന്റെ പ്രാണനാഥൻ, അവന്റെ ഗുരു, 3 വർഷം അവനെ കൊണ്ട് നടന്ന് പോറ്റിയവൻ, പഠിപ്പിച്ചവൻ, ശുശ്രൂഷിച്ചവൻ, വിശപ്പുള്ളപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, ആളുകൾക്ക് സൗഖ്യം കൊടുത്തവൻ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ, അവന് യൂദായി മഹാപുരോഹിതന്മാരും ഇട്ട വില 30 വെള്ളിക്കാശ്. യൂദ ക്രൂശിന് നേരെ മുഖം തിരിച്ചു. ഇന്ന് നാം വായിച്ച ഭാഗത്ത് നാം കണ്ടല്ലോ, യൂദ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ അനുതപിച്ചു. പക്ഷെ അനുതാപം മാനസാന്തരത്തിലേക്ക് പോയില്ല, രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചില്ല. ക്രൂശിൽ കിടന്ന കള്ളം പറഞ്ഞ പോലെ, കർത്താവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണം എന്ന് പറഞ്ഞില്ല. ശതാധിപൻ പറഞ്ഞതുപോലെ ഇവൻ വാസ്തവമായി ദൈവപുരുഷനായിരുന്നു, സത്യമെന്ന് പറഞ്ഞവനെ ദൈവപുരുഷനായിട്ടോ ദൈവപുത്രനായിട്ടോ കണക്കാക്കിയില്ല. പക്ഷെ യൂദ എന്താ ചെയ്ത്? പോയി കെട്ടിയാന്ന് ചത്തു. ക്രിസ്തീയ സഭയുടെ എന്റെ സ്നേഹമുള്ള വിശ്വാസികളെ, ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിന്തിച്ചു. ക്രൂശിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ, ക്രൂശിതനെ ഒന്ന് നോക്കുവാൻ, ക്രൂശിതനെ വിലമതിക്കുവാൻ, ക്രൂശിൽ താൻ ചെയ്തത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ചെറിയ നിമിഷം ഈ യൂദായിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ അത് ചെയ്തിരുന്നെങ്കിൽ, ക്രിസ്തു അവനോട് ക്ഷമിക്കും.
തന്നെ തള്ളി പറഞ്ഞതായിട്ടുള്ള ശിമോൻ പത്രോസ് യേശു ഒന്ന് നോക്കിയതേ ഉള്ളൂ. യേശു അവനെ നോക്കി. കോഴി കൂവിയപ്പോൾ യേശു അവനെ നോക്കി. കർത്താവ് പറഞ്ഞായിരുന്നു 3 വട്ടം നീ കോഴി കൂവുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ഒരു നോട്ടം മാനസാന്തരത്തിലേക്ക് നയിച്ചതായി കാണാം. വേറെ കുരിശിനെ മുഖം തിരിച്ച് വേറെ ഒരു കള്ളൻ കുരിശിലെ കള്ളൻ, 2 പേരായിരുന്നല്ലോ. ഏതോ ഒരു ഭാഗത്തെ കള്ളൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു, മറ്റേ കള്ളൻ അവിടെ കിടന്ന് ചള്ളം തൊട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന കർത്താവിനെ, ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവിനെ അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. നീ നിമിത്തമാണല്ലോ ഞങ്ങൾ കൊന്നു കിടക്കുന്നത്, നിന്റെ ഒരു കാര്യം എന്തോ പറയാനാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനെ പറയാവുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ക്രൂശിന്റെ നേരെ മുഖം തിരിച്ചു. തൊട്ട് അടുത്ത് കിടക്കുന്ന തന്റെ സഹോദരൻ ഒന്നിച്ച് ഒരു പക്ഷെങ്കിൽ കട്ടെടുത്തവനോ മോഷ്ടിച്ചവനോ ആയിരുന്നിരിക്കും. അവൻ രക്ഷപ്പെട്ടപ്പോഴും മറ്റവൻ ഇതാ നിത്യ നരകത്തിലേക്ക്, യൂദായുടെ പാതയിലേക്ക് അവനും പോയതായിട്ട് കാണാനായിട്ട് കഴിയും. പീലാത്തോസിനെ നമ്മൾ കണ്ടു. ക്രൂശിന്റെ നേരെ മുഖം തിരിച്ച വേറൊരു മനുഷ്യൻ, അധികാരമുള്ളവൻ, ക്രിസ്തുവിനെ വിസ്തരിച്ചവൻ. സകല അധികാരവും നിന്നെ കൊല്ലുവാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലയോ എന്ന് ചോദിച്ചതായിട്ടുള്ള പീലാത്തോസിനോട് ക്രിസ്തു പറഞ്ഞു, നിന്റെ അധികാരം എനിക്ക് എവിടുന്നാ വന്നേ നിനക്കറിയാമോ? എന്റെ പിതാവ് തന്നിട്ടുള്ള അധികാരങ്ങളല്ലാതെ നിനക്ക് വേറെ ഒന്നും ഇല്ല. പീലാത്തോസിന് ഒരു നിമിഷം മതിയായിരുന്നു, ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഈ കള്ളം പറഞ്ഞതുപോലെ യേശുവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്നൊന്ന് വേണ്ടിയിരുന്നെങ്കിൽ, അവന്റെ വായുവോ അവന്റെ അധരമോ ഒന്ന് ചലിപ്പിച്ചിരുന്നെങ്കിൽ രക്ഷ അവന്റെ വെളിപ്പാടാകുകയുണ്ടായി. ഒറ്റ നിമിഷമാണ് ക്രിസ്തുവിന്റെ രക്ഷണികളിലേക്ക് നമുക്ക് പ്രവർത്തിക്കാനുള്ളതായ ദൂരം. കയ്യെത്തും ദൂരമാണ്. ഹൃദയത്തോട് ഹൃദയം ചേർന്ന് പറഞ്ഞാൽ മതി. ക്രിസ്തുവിന്റെ നെഞ്ചോട് ചാഞ്ഞ് യോഹന്നാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം ഈ 2025 ദുഃഖ വെള്ളിയാഴ്ചയിൽ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഹേരോദാവ് ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് സന്തോഷിച്ചു എന്ന് വേദപുസ്തകത്തിലുണ്ട്. ക്രിസ്തുവിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം അല്ലേ? ക്രിസ്തുവിനെ കണ്ട് സന്തോഷിച്ച ഒത്തിരി പേര് വേദപുസ്തകത്തിലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ, ഞാൻ ചെറുപ്പം മുതൽ എല്ലാ പ്രമാണങ്ങളും ചെയ്യുന്നുണ്ട്, കൽപ്പനകളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഇനിയുള്ള എൻ്റെ കുറവെന്താ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി പൊന്നാട അണിയിപ്പിച്ച് ഒരു ട്രോഫിയൊക്കെ കൊടുക്കുമെന്ന് അവൻ ചിന്തിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്ക് ഉണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തോ. എന്താണല്ലോ വായിക്കുന്നത്? അവൻ വളരെ ധനമുള്ളവനായതുകൊണ്ട് ദുഃഖിതനായി അവനവൻ്റെ വീട്ടിൽ പോയി. ക്രിസ്തുവിനെ കാണുമ്പോൾ നമുക്കൊക്കെ സന്തോഷം അല്ലേ? ഇപ്പം 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ ഈസ്റ്ററിന് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അന്ന് കഴിഞ്ഞ ഡിസംബറിലെ കണക്ക് പറയുന്നത് കേട്ടോ, അച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ പത്രത്തിലെങ്ങാണ്ട് കണ്ടതാണ്, ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിഞ്ഞ റെക്കോർഡുള്ളതായ ദിവസമായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ്. ആരുടെയെങ്കിലും പൈസ ഉണ്ടോ? ഇല്ല. പക്ഷെ ക്രിസ്മസിന്റെ ദിവസം എല്ലാവരുടെയും പൈസ ഉണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊന്നും അങ്ങനത്തെ സന്തോഷത്തിൽ പോകത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ക്രിസ്തുവിനെ കാണുന്ന, അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സന്തോഷവും ക്രിസ്തു ജനിച്ചതിന്റെ സന്തോഷവും ഒക്കെ ആഘോഷിക്കുന്ന ഈ എന്താ പറയുന്നത്, സിവിൽ സപ്ലൈസ് ഓഫീസ് അല്ലേ, അങ്ങനെയുള്ളതായ ഓഫീസുകളിൽ ചെന്ന് നമ്മുടെ സന്തോഷമല്ല. ഹേരോദാവ് സന്തോഷിച്ചുവെങ്കിലും നിത്യതയുടെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല. അടുത്ത ഒരാള് മഹാപുരോഹിതന്മാർ. യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും കർത്താവിനെ ക്രൂശിച്ചതിൽ സന്തോഷിച്ചു. പക്ഷേ ക്രൂശിതന്റെ സന്തോഷമൊന്നും അവർക്ക് കിട്ടിയില്ല. മഹാപുരോഹിതന്മാർ സന്തോഷിച്ചു, കാരണം ഇനി ഇത് ഇവിടെ തീർന്നല്ല, ഇവിടെ തീർന്നു. ക്രൂശീകരണം നടന്നതായിട്ടുള്ള അവസരത്തിൽ 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഭയങ്കര അന്ധകാരം ഉണ്ടായാലും വേണ്ടിയാൽ ഇവനങ്ങ് തീർന്നു കിട്ടിയല്ലോ, അതായിരുന്നു അവരുടെ സന്തോഷം. അവരെ വിസ്തരിച്ചു, അവനെ കൊല്ലുവാനായിട്ട് അവരെ ഏൽപ്പിച്ചു. പക്ഷേ ക്രൂശിതന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചില്ല. ഇത് ക്രിസ്തീയ
ശുശ്രൂഷയുടെയും ക്രിസ്തീയ വേലക്കാരുടെയും ക്രിസ്ത്യാനികളുടെ മുഴുവൻ ചരിത്രത്തെ തോന്നിപ്പിക്കുന്നതായിട്ടുള്ള അവസരമാണ്. നല്ല ശമരിയാക്കാരന്റെ ചരിത്രം പറയുമ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയതായിട്ടുള്ള അവസരത്തിൽ അവനെ കള്ളന്മാര് അടിച്ച് മുറിവേൽപ്പിച്ചതായിട്ടുള്ള സമയത്ത് അതുവഴി ആരൊക്കെയാ പോയി? ലേവി പോയി, അല്ലേ? ഒരു പുരോഹിതനും പോയി. അവരാരും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയതാരാ? ശമറിയക്കാരൻ. അവൻ യഹൂദന്മാരുടെ പുസ്തകത്തിലോ യഹൂദന്മാരുടെ മുമ്പിലോ വരണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ടുള്ള ശമറിയനെ നല്ല ശമരിയാക്കാരനെന്ന്, ഗുഡ് സമറിട്ടൻ എന്ന പാശ്ചാത്യ പൗരസ്ത്യരിൽ ഒരുപോലെ വിളിക്കുന്ന ഒരു മനുഷ്യനായിട്ടുണ്ട്. ക്രിസ്തുവിനെ ചുവന്നാൽ, ക്രിസ്തുവിന്റെ ക്രൂശ് ഏറ്റാൽ, ക്രിസ്തുവിനെ നോക്കിയാൽ, ക്രിസ്തുവിനെ സ്പർശിച്ചാൽ തീർച്ചയായിട്ടും ഒരു വെളിപ്പാട് അകലെയാണ്. ഒരു നിമിഷത്തിലാണ് നിങ്ങൾക്ക് രക്ഷ എന്ന് പറയുന്നത്. ഒറ്റക്കാര്യം കൂടെ മാത്രം എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർപ്പിച്ചിട്ട് ഞാൻ ഇരിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശിൽ വന്നതായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, കുറേനക്കാരനായിട്ടുള്ള. നമ്മളിന്ന് നമ്മുടെ ചൊല്ലിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ശിഷ്യനായിട്ടുള്ള ശിമോൻ ഓടിക്കളഞ്ഞു, എന്നാൽ കുറേനക്കാരനായിട്ടുള്ള ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് വെച്ചു. ഈ ക്രൂശ് എടുത്താൽ, ഈ ക്രൂശ് വഹിച്ചാൽ, അവനൊരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, he was a bystander of the cross. ക്രോസിന്റെ സൈഡിൽ കൂടെ നടന്നു പോയവനാണ്, പക്ഷെ he became the bearer of the cross. ക്രൂശ് വഹിക്കുന്നവനായിട്ട് അവൻ തീർന്നു. ക്രൂസിന്റെ സൈഡിൽ കൂടെ നടന്നു പോയവൻ ക്രൂശ് വഹിക്കുന്ന ആളായിട്ട് തീർന്നു. ഈ രാവിലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ സ്നേഹമുള്ള ചെറുപ്പക്കാരെ, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ യുവാക്കന്മാരെ, യുവതികളെ, ഈ ക്രൂശ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ത്രസിപ്പിക്കട്ടെ. ഈ ക്രൂശ് നിങ്ങളുടെ മുമ്പിൽ രക്ഷാമാർഗമായിരിക്കട്ടെ. ഈ ക്രൂശിയെ തൊടുന്നവനും അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്, കർത്താവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറുടെയും റൂഫോസിന്റെയും അമ്മയായ എൻ്റെ അമ്മയെ വന്ദനം ചെയ്യുകയും എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രസ്താവന നടത്തുന്നു. വന്ദനം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അലക്സാണ്ടറും റൂഫോസും ഒക്കെ പ്രസിദ്ധനായത്? കർത്താവിൽ പ്രസിദ്ധരായി തീർന്നത് എങ്ങനെയാണ്? യേശുവിന്റെ ക്രൂശ് വഹിച്ചതുപോലെ. ശിമോൻ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ കുറേനക്കാരനായിട്ട് അവൻ വയലിൽ നിന്ന് വരികയായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. വയലിൽ എന്തിനു പോയാൽ? കാറ്റ് കൊള്ളാൻ പോയാണ്. വയലിൽ അവൻ ജോലി ചെയ്യാൻ പോയത്. ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ ഇടവകയിൽ ഉണ്ടാവട്ടെ. ജോലിയോടുകൂടെ കർത്താവിന്റെ ക്രൂശ് ചുമക്കുന്നതായിട്ട് ആളുകളെ കർത്താവിന് ഇന്നും ആവശ്യമുണ്ട്. നിങ്ങളുടെ ജോലിയോടുകൂടെ, നിങ്ങളുടെ പഠിത്തത്തോടുകൂടെ, നിങ്ങളുടെ ശുശ്രൂഷയോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിലുള്ള നിങ്ങളുടെ ജോലിയോടുകൂടെ അമ്മമാർക്ക്, പിതാക്കന്മാർക്ക്, മധ്യവയസ്കർക്ക്, ചെറുപ്പക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ക്രൂശ് ചുമക്കാൻ ഒരു വലിയ മാർഗദർശനമായി ഇത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ മുമ്പിലേക്കാക്കണം. കർത്താവെ, നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങൾ വരുന്നു. ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന ദൈവസ്നേഹം അത് ഞങ്ങൾ അധികമോളം കുടിക്കട്ടെ. അതിൻ്റെ അനുഭവസ്ഥരായി ഞങ്ങൾ പോകട്ടെ. കർത്താവെ, അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ അലിയാത്ത, ഉരുകാത്ത ഒരു കഠിന ഹൃദയമോ ഒരു കല്ലോ ഇല്ല. എല്ലാം 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 ഉരുകി മാംസമുള്ള ഹൃദയമായിട്ട് മാറും. ക്രൂശിനെ ധ്യാനിപ്പാൻ 2025 എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പണവും നമ്മുടെ എല്ലാ സ്ഥാനമാനങ്ങളും ഈ രാവിലെ സ്വല്പനേരം ക്രൂശിന്റെ ചുവട്ടിൽ നിന്നിട്ട് നോക്കിക്കട്ടെ. അത് വളരും, അത് തഴയ്ക്കും, അത് പ്രയോജനമുള്ളതായി തീരും. ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, തലമുറകൾക്ക് പ്രയോജനകരമായി തീരും. കർത്താവിൽ നാം നമ്മുടെ തലമുറകൾ പ്രസിദ്ധമായി തീരും. ആരെങ്കിലും സകല ആളുകളെയും ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.